തട്ടിക്കോ മുട്ടിക്കോ പൊട്ടിച്ചോ അതൊക്കെ അസീസിന് കുറെ കാലത്തേക്ക് വിശ്രമമായിട്ടുണ്ട്. അതെ അതെ അതെ. സ്റ്റാർ മാജിക്കിൽ നമ്മൾ കഴിഞ്ഞൊരു ഗെയിമിലേക്ക് പോകാൻ പോവാ. ഈ ഗെയിമിന്റെ പേരാണ് ഇൻട്രസ്റ്റിംഗ്, കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഗെയിമിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് തട്ടിക്കോ മുട്ടിക്കോ. തട്ടിക്കോ മുട്ടിക്കോ പൊട്ടിച്ചോ അതൊക്കെ അസീസിന് കുറെ കാലത്തേക്ക് വിശ്രമമായിട്ടുണ്ട്. അതെ അതെ അതെ. അദ്ദേഹം ഏറ്റെടുത്തതുകൊണ്ട് അശോകന് ക്ഷീണമാകാം. അശോകൻ ചേട്ടനോട് കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. അശോകൻ ചേട്ടൻ ഞാനും കൂടി കഴിഞ്ഞല്ലോ അശോകൻ ചേട്ടൻ ഞാനൊരു കോമ്പിനേഷൻ പടം ചെയ്തിട്ടുണ്ട്. പാലും പഴം എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ ആ പടം ഓഗസ്റ്റിൽ റിലീസാണ്. ചേട്ടാ 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 ഇതിനകത്ത് പഴോട്ടാണ് അഭിനയിക്കുന്നത്? ആണോ ചേട്ടാ? പാലും പഴം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ അതായിട്ടുള്ള അതിന്റെ ഒരു ഇംഗിതമാണത്. ഇവൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പാല് പിരിഞ്ഞ് തൈരായി. അങ്ങനെ തൈരും പഴവും ആക്കുമായിരുന്നു പ്രൊഡ്യൂസർ. പിന്നെ എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. തൈരും പഴവും പഞ്ചസാര ഇട്ട് ലസ്സിന്നാക്കി. നീ പറയാൻ പാടില്ലായിരുന്നു. വരാൻ പാടില്ലായിരുന്നു. അല്ല ഇനി പറഞ്ഞു പറഞ്ഞ് ഷോർട്ട് ചെയ്ത് പി നാക്കും. പാലും പഴവും ഒത്തിരി പറയിപ്പിക്കുന്ന. മീര ജാസ്മിൻ രണ്ടാമത് അഭിനയിക്കുന്ന ഒരു പടം ഇപ്പൊ റീ എൻട്രിയിൽ രണ്ടാമത്തെ പടം. ശരി, സുമയ്ക്ക് വരണ്ടായിരുന്നു. ഓക്കെ, അത് ആ സിനിമയിൽ പുട്ടുറിമീസിന്റെ വേഷം ചെയ്യണ്ട. അത് ഇടയ്ക്ക് ചെയ്യാൻ നമുക്ക്. അതിനെന്താ ചെയ്യാലോ? ഗസ്റ്റ് റോൾ ചെയ്യാം. സുമേഷിന്റെ ജവാനും മുല്ലപ്പൂ ഞാൻ ആഴ്ചയിൽ 2 തവണ കാണും. ജവാൻ കാണും, മുല്ലപ്പൂ കല്യാണത്തിന് മേടിക്കാൻ. കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ മുല്ലപ്പൂ വാങ്ങാൻ പോകുന്നത്? ആർക്ക് വേണ്ടിട്ടാ? ചേച്ചിയുടെ കൊച്ചിന്. ചേച്ചി ഒരു വയസ്സല്ലേ? എഴുന്നേറ്റ് നിൽക്കണി. ഒരുപാട് ഡ്രസ് ബാക്കി കിടക്കുന്നു. ലക്ഷ്മി, ജിഷിന്റെ നോട്ട് അത്ര ശരിയല്ല കേട്ടോ. ഈ ജിഷിൻ ചേട്ടൻ നോട്ടം ശരിയാവാത്തത് ആ പൊക്കള് മുഴുവൻ കണ്ടോണ്ടിരിക്കുക. അപ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. തട്ടിക്കോ മുട്ടിക്കോ പൊട്ടിച്ചോ. ആഹാ, അടിപൊളി. ഓക്കെ, അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമാ നടന്മാര് ഗെയിം കളിക്കണ കാണുന്നേട്ടോ. ഞാൻ എത്രയോ ഗെയിം കളിക്കുന്നത് ലക്ഷ്മി കണ്ടതല്ലേ. പിന്നെ ഇത് ആദ്യമായിട്ടാണെന്ന് പറയുന്നത് സിനിമാ നടന്മാര് ഗെയിം കളിക്കുന്നത്. അല്ല, ചേട്ടന് ഏത് സിനിമ നടണമെന്ന് പറയൂ. ഇപ്പൊ റിലീസായ പിന്നെ എന്താ സ്വർഗത്തിലെ കട്ടുറുമ്പ്. സ്വർഗത്തിലെ കട്ടുറുമ്പ് അങ്ങനെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടാ സിനിമയ്ക്കകത്ത് കട്ടുറുമ്പാട്ടാണ് അഭിനയിക്കുന്നത്. ഒരെണ്ണം കയറിയപ്പോ അവൾ അടങ്ങിയിരിക്കത്തില്ല. ഇതാണ് സൂസു നിർത്തി വീട്ടിൽ ഇരിക്കുന്നത്. അനുവിനെ നോക്കിയ ലക്ഷ്മി കൊട ചുരുക്കി വെച്ചവളല്ലേ? കോമഡി ഒന്ന് ചിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത കോമഡി കൊണ്ടുവരും. ശരിക്കും ആ കൊടയുടെ ആ ഒരു ഇതുപോലെ ഉണ്ട്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ പഴയകാല നടന്മാര് ഗെയിം കളിക്കാൻ പോകുന്നത് കാണുന്നത്. ഈ പഴയകാല നടന്മാരെന്ന് പറയേണ്ട കേസൊന്നുമില്ല. പ്രായം അത്ര ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേരും. അങ്ങനെ പറയാൻ കാണിച്ച നിന്റെ മനസ്സ്. പിന്നെ അതാണ് ഇതൊക്കെ ഒരു കൂട്ടായ്മയല്ലേ നമ്മള്. പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. ഒരു ജാൻ വയറിനോട് എന്തൊക്കെയാ ഒരു പറയണല്ലേ? ഉപ്പും ചാക്ക് പോലത്തെ ഈ വയറാണോ ഒരു ജാൻ വയറ്? അനൂപ സാറേ, നമ്മുടെ ഒരു കൂട്ടായ്മ പരിപാടിയുടെ വിജയം. അല്ല, ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഒരു സ്കൂള് പോലെ തന്നെ സ്റ്റാർ മാജിക് കിട്ടോ. ഈസി അല്ല ആ അറ്റം മുതൽ ഈ അറ്റം വരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ലക്ഷ്മി വളഞ്ഞു വരികയാണ്. ഞാൻ എന്ത് ചെയ്യാൻ? ചേച്ചി, ഒരു വാഴയ്ക്കൊപ്പം പഴംപൊരിയും ഒരു മുളക് ബജിയും ഒരു പഴക്കേക്കും ഒരു സുഖിയനും. അത് പറഞ്ഞ ആള് കരിപ്പെട്ടി അല്ലല്ല, സതീശൻ. കരിപ്പെട്ടി അല്ലടാ, കടവാവല്. ചേച്ചി കാര്യം പറയണ്ട്. അച്ഛന്റെ ബിസിനസ് വളർന്ന് പന്തലിച്ചോ? അത് തന്നെയാണ് പറയാൻ വന്നത്. അതല്ല, വേറെ കാര്യം. ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫാൻ ബോയ്, പേര് അഖിൽ എന്നാ, കൊച്ചഖിൽ. അപ്പൊ ആ കുട്ടിയുടെ പേരാ, +2 പഠിക്കുന്നത്. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനേക്കാളും ഇഷ്ടം എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചേച്ചി അച്ഛന് വേണ്ടിട്ട് ഒരു പാട്ട്. ശരിക്കും ഇത് നടന്ന സംഭവമാ. എന്റെ അച്ഛൻ ഒരു പാട്ട് അവൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെ പാടുന്നു. അപ്പൊ അവൻ തന്നെ ട്യൂൺ ചെയ്ത് അവൻ തന്നെ പാടി വോയിസ് മെസ്സേജ് അയച്ചു തന്നു. അഖിൽ ഇത് കേൾക്കുന്നുണ്ടേ നോക്കേട്ടാ. സതീശ സതീശ കരിപ്പെട്ടി സതീശ വാറ്റിപ്പോ ഇല്ലേ സതീശ ചേച്ചി. അതെനിക്കിപ്പോ ഇവിടെ പറയണമെന്ന് തോന്നി, അതാ ഞാൻ പറഞ്ഞു. കൊച്ചകലല്ല, ഇത് ഇവിടത്തെ അഖിൽ എഴുതിയതാ. വരിയുടെ ആ കടുലത കണ്ടിട്ട്. ശരി, അപ്പൊ നമ്മൾ ഇനി തട്ടിക്കോ മുട്ടിക്കോ പൊട്ടിക്കോ എന്നുള്ള ഗെയിമിലേക്ക് പോകുമ്പോ എല്ലാവരുടെ കാലിലും നമ്മൾ പാദസരം ഇട്ട് കൊടുക്കും. അങ്ങനെയല്ല, ശബ്ദം എന്നുള്ള ശബ്ദമായിരിക്കും. ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടപ്പുറത്ത് കളിക്കാൻ നമ്മൾ ഈ അക്ക് കളിക്കില്ലേ, അപ്പോൾ ഞൊണ്ടി കളിക്കില്ലേ, അതുപോലത്തെ ഒരു കളിയാണ്. തെര വന്നടിക്കാതെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഒരു ടീമിൽ നിന്ന് 4 പേരാക്കി എത്ര കാലുണ്ടാവും? 8 കാൽ. അപ്പൊ 8 കാലുകളും കൂടെ വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്യന്റെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കരുത്. മോളയിലെ ചവിട്ടി പൊട്ടിച്ച്
പൊട്ടിച്ചേക്കണം. നമ്മുടെ പൊട്ടിക്കരുത്, ഓപ്പോസിറ്റ് ആളുടെ പൊട്ടിക്കണം. ഓക്കെ, നമ്മുടെ മാക്സിമം സേവ് ചെയ്യാൻ നോക്കണം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. തട്ടിക്കോ, മുട്ടിക്കോ, പൊട്ടിക്കോ. ഈ പൊട്ടിക്കോ എന്ന് പറയുന്നത് ബലൂൺ അല്ല ഇവിടെ പൊട്ടുന്നത്, കൗണ്ടേഴ്സ് ആണ് പൊട്ടുന്നത് മൊത്തം. ശരി, തുടങ്ങിയാലോ? So let's begin. തട്ടിക്കോ, മുട്ടിക്കോ, പൊട്ടിച്ചോ. Count down please. 3, 2, 1. അനു No body touching. right. Oh, nice. Ah, super. പൊട്ടട്ടെ. ശരണമൂർത്തി ഏയ്, തുടരുത്. പുറത്തു പോലെ. ആ, അടിപൊളിയാ. No body touching. No touch. ഇതോടാ ചുങ്ങിപ്പോയി. Anu out. അവിടെ ഡയാന മാത്രമേ ഉള്ളൂ. ഡയാന, ആക്രമിക്കും. അവളുടെ പുറകെ ചെല്ല്. അവളുടെ ബാക്കിൽ വാ. അയ്യോ. അനൂപ് സാറേ, ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണത്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ തോൽവിയാണിത്. അതാ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കൂട്ടായ്മ ആരൊക്കെയാണ് ഇറങ്ങാൻ പോണെന്നുള്ളത് നോക്കാം. 3 പേര് വെച്ചിട്ട് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് കളിച്ചാൽ മതി. നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമ്മൾ കാക്ഷിക്കുന്നത്. അതെ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തട്ടിക്കോ, മുട്ടിക്കോ, പൊട്ടിച്ചോ. 3, 2, 1. അനു, പാടി ഇവിടെ. നിന്നെ നോക്കും. അയ്യോ, ഓടി വായോ. അതെ, ഇത് കബഡി മത്സരമല്ല, ബലൂൺ ചോട്ടി പൊട്ടിക്കില്ല, കബഡിക്ക് ഇരിക്കുമ്പോഴേക്കില്ല. അയ്യോ. ആ, അയ്യോ, ടീമിന്റെ തന്നെ പൊട്ടിപ്പോയി. പൊട്ടിക്ക. അടിപൊളി. ആ, ആ, ആ. കണ്ടോ? ഉല്ലാസ പൊക്കി പിടിച്ചോ. ഉല്ലാസ പൊക്കി പിടി. ചെല്ല്, ബാക്കിൽ ചെല്ല്. വാടാ സുമേഷേ. ഉല്ലാസ ഭയങ്കര സ്റ്റൈലാണ്. ഉല്ലാസ് ശ്രദ്ധിക്കില്ലാസ. ഞാൻ മുണ്ടൂല. ഒറ്റക്ക് വഴികെട്ടി വന്നവനാടാ ഉല്ലാസേട്ടൻ. ഇതിങ്ങനെ വിടാ. ഇതല്ല ജല്ലിക്കെട്ട് കാളയാണോ? നൈസ് മൂവ് ഉല്ലാസേട്ടാ, സൂപ്പർ. 2 പേര് ബാക്കിലാ. ഷിയാസേ, ബാക്കി ചെല്ലാം.
നമ്മുടെ ടീമിലെ പാ ഉല്ലാസം അത് റോങ് ആണ്. ഇല്ല, ഇത് കൂട്ടിലേത് ഫൗളാണ്. കാരണം വീണ് പോയത് കൊണ്ടാണ് ആ ഒരു ബലൂൺ ഡ്രോപ്പ് ആയി പോയതും പൊട്ടിച്ചതും. അത് കാരണം വെയിറ്റ്, ഉല്ലാസേട്ടന് 2 ബലൂൺ നമ്മൾ കൊടുക്കാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഹിസ്. ഓക്കേ, സെറ്റ് അല്ലേ? ഓ, ഉല്ലാസേട്ടന്റെ ഫാൻസ് ഇളകി വന്നിരിക്കും. ഓക്കേ അല്ലേ? എന്റെ അവിടെ ഫാൻസ് ഇളകി, അവിടെ ഫാൻസ് ഇളകിയപ്പോ ഇവിടെ പിത്തം ഇളകിയെന്ന്. ഓ ഓ ഉല്ലാസേട്ടാ, 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 ഉല്ലാസ് 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 പന്തളം ഉല്ലാസ് പന്തളം ചേട്ടാ ബാക്കില് ഉല്ലാസ് പന്തളം ബാബാ ഉല്ലാസ് 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 ചേട്ടാ ഓടിക്കാ. വെൽ പ്ലേ ഉല്ലാസ് പന്തളം ഉല്ലാസ് ഉല്ലാസ് ആ പിന്നെ ചേട്ടൻ രണ്ട് സൗണ്ട് ആണ്. ആ പിന്നെ ചേട്ടൻ രണ്ട് സൗണ്ട് ആണ്. തന്നെ പറ്റില്ല. അതാ ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാ അറിയാമോ? എന്റെ കൂട്ടായ്മ ശരിയല്ല. ഓ, എടാ ഷിയാസ്, ഇത്ര നേരം ഒറ്റയാൾ പോരാട്ടത്തോടു കൂടി വൈൻഡപ്പ് ചെയ്തെങ്കിൽ ഉല്ലാസേട്ടന് ശരിക്കും പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞാണ്. പക്ഷെ ഓഡിയൻസ് പറയാണ് ചേട്ടാ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ടുണ്ട്. ഓക്കെ, വയ്യെങ്കിലും നിങ്ങളുടെ കൈയടി കൊണ്ട് മാത്രം ഉല്ലാസം ആ ചെറുത് മോളിൽ ഇരുന്നിട്ട് ഡൺ കൊടുക്കണു. ഓ ഓ ഇതുണ്ടോ? നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. അഗൈൻ ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഫൈനൽ ലാസ്റ്റ് റൗണ്ട്. ഓക്കെ ഷിയാസ്, ഓൾ ദ ബെസ്റ്റ്. എന്തായിരുന്നു നമുക്ക് ചവിട്ടി പൊട്ടി. നീ പോകുമ്പോ ഞാൻ ചവിട്ടി പൊട്ടില്ല. ഞാൻ ചവിട്ടി പൊട്ടിക്കില്ല. ഇത്ര ഉള്ളടിയാ പോലെയാ കണ്ട. ഞാൻ ചവിട്ടി പൊട്ടിച്ചല്ല. കണ്ണൂരിനല്ലേ വരണേ? ഇത്രയും മണിക്കൂർ നിങ്ങൾ താണ്ടി വന്നത് വെറുതെ ആയില്ല. ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലേഡി സ്റ്റാർ. ഒരു ചേട്ടന്മാരുടെയും പ്രസൻസ് എവിടെയും കാണുന്നില്ല കേട്ടോ. ലേഡി സൂപ്പർ സ്റ്റാർസ് ആണ് വന്നിട്ടുള്ളത്. എന്താ നിങ്ങളുടെ എനർജി? ഉല്ലാസായിട്ട് ഏറ്റവും വലിയൊരു പ്രചോദനം ഇതായിരുന്നു. ഞങ്ങളുടെ അനൂപ് സാറിന്റെ കൂട്ടായ്മ അവൻ പൊളിച്ചു കളഞ്ഞത്. ഞങ്ങളുടെ കൂട്ടായ്മ അധികം കൂട്ടായ്മയെ പറ്റിട്ട് സാറിനിട്ട് താങ്ങിക്കൊണ്ടിരുന്ന വീണ്ടും റെസ്റ്റ് എടുക്കേണ്ടി വരും പറഞ്ഞിട്ടുണ്ട്. അല്ല, കൂട്ടായ്മയാണല്ലോ വിജയം. ഓഡിയൻസ് സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ടിവിയിൽ കണ്ട പോലെയാണോ? ടി വി കാണാര് അല്ല, ടിവിയിലാണ് താഴെ സ്വിച്ച് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഞാൻ സ്വിച്ച് ഇല്ലല്ലോ. അടിപൊളി സൂപ്പർ. ഒറ്റ വാക്കി പറഞ്ഞ ശരിയാ. എന്താ അമ്മമാർ രണ്ടുപേരും എണീറ്റേക്കണേ? വിളക്ക് വെക്കാൻ സമയമായോ? എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളി. ആ വേറെ ലെവലാ. ഇനി ഈ ചേച്ചിക്ക് താങ്ക് യു. അടിപൊളിയായിട്ട് ഇത് കാണുന്ന സന്തോഷം. മനസ്സങ്ങട് നിറഞ്ഞു അല്ലേ? ആ അടുത്ത് നമ്മൾ പാനൂരിന്ന് വരുന്ന എനിക്ക് പിന്നെ ശരപൂർണിമ എന്നുള്ള ഗാനം
ലളിത ഗാനം കേൾക്കേണ്ടി ആ മിസ്റ്റർ ബിനു അടിമാലി ശരത് പൂർണിമ എന്നുള്ള ഗാനം ഒരു കൂട്ടായ്മയുടെ വിജയത്തിൽ അങ്കീച്ച ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി നിന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി നിന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു ഹാപ്പി അല്ലേ അമ്മേ? ഓക്കെ അമ്മയ്ക്ക് സന്തോഷം. ഒരു മനോഹരമായ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് അവര് നിന്നെ അങ്ങോട്ട് വല്ലാതെ ആക്കി ഈ പിരിവൊക്കെ നടത്തുന്നവര്. അവനിങ്ങനെ ആരെങ്കിലും പാട്ട് പാടി അപ്പൊ പോയി പിരിക്കും. അവൻ അറിയാതെ ഉള്ളിൽ പക്ഷെ അതല്ല ഇതൊരു കൂട്ടായ്മയല്ലട്ടത്. വെറും കൂട്ടായ്മല്ല, അനൂപ് സാറിന്റെ തായ്മയുടെ. പക്ഷെ വേറെ ഉണ്ട്, ബിനിച്ചേട്ടൻ നല്ല ഉഗ്രനായിട്ട് പാട്ട് പാടി. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വിഷ്വൽ ട്രീറ്റ് കൂടി കൊടുക്കണമല്ലോ. അതാണല്ലോ സ്റ്റാർ മാജിക്. അതിന്റെ വിഷ്വൽ ട്രീറ്റ് ആണോ ഞാൻ പാടിന്റെ വിഷ്വൽ ട്രീറ്റ്? ഇത് ഞങ്ങള് ആ സമയം കൊണ്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യായിരുന്നു, അല്ലാണ്ട് ഞങ്ങൾ പിരിവെടുത്തല്ല. ഓക്കെ താങ്ക് യു ബിനു ചേട്ടാ. അമ്മേ ഹാപ്പിയാണ്. അപ്പോ എന്തായാലും ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1-1 കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 3 പേരാണ്, 3-3. ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാം. നോ ഫോഴ്സിംഗ് ഫ്രം ആ സൈഡ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. തട്ടിക്കോ മുട്ടിക്കോ പൊട്ടിച്ചോ. ഫൈനൽ റൗണ്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ആരുടെ വെപ്പമുടി ഊരിപ്പോരുത് പ്ലീസ്. അയ്യോ മൃദുല അങ്ങനെ ഓടല്ലേ, മൃദുല അങ്ങനെ ഓടാ, നേരെ ഓടാ, അങ്ങനെ ഓട്. മറ്റേ ഓടിക്കാൻ നമ്മളെ പിടിക്കും. അങ്ങനെ ഓടാവുള്ളൂ. അങ്ങനെ ഓടല്ലേ, എന്താ ഓടല്ലേ, ബാക്കിലേക്ക് ബാക്ക്. ഇതെന്താ അത് പറ്റില്ല, അത് കണക്കി കൂട്ടൂല, പൊട്ടിപ്പോയി. എടാ നീ തന്നെ പൊട്ടിച്ചാൽ നിനക്ക് വല്ല അവാർഡും കിട്ടുവാടാ ജിഷേ. ഡയാനയുടെ പുറകവാ, ഡയാനയുടെ പുറകവാ കാണിക്കണേ. പുറകിൽ ഓടരുത്. ഡയാനനെ കലി പിടിപ്പിക്കല്ലേ, ഡയാനനെ കലി പിടിപ്പിച്ചാൽ അവളൊരെണ്ണം പൊട്ടിച്ചു കേട്ടാ. ജാക്കാന്ന് പറഞ്ഞപ്പോ ട്രാക്കുളയുടെ ഉണ്ടായി. ബിനു ജാക്ക് ചാക്കൂരി പറയുവാ. ഡയാന പറയുവാ. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ഉല്ലാസേട്ടന്റെ ടീമാണ്. ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ട് 2 പേർ. ഒന്ന് ഉല്ലാസ് പന്തളം, ഒരു വലിയ കൈഡി. ഡയാന. ഇവരുടെ വിജയമൊന്നുമല്ല, പിന്നെ അനൂപ് സാറിന്റെ കൂട്ടായ്മയുടെ വിജയമാണ്. ചേട്ടന് പെട്ടെന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് അവിടുന്ന് പറയാൻ പറഞ്ഞു. 3 മാസം കിട്ടിയത് പോരാ. അപ്പൊ ഒരു കൂട്ടായ്മ പറഞ്ഞതിനാണ് ഞാൻ 3 വർഷം. 3 മാസം. അപ്പോ ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടന്മാരുടെ പവർ ആയിരുന്നു. എപ്പോഴും അവര് മടിയൻ കുഞ്ചുമാരായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ
ഇന്ന് അവര് ആ കളിക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ആ ഒരു പവർ ആൻഡ് സ്പിരിറ്റ് അല്ലോ വേറെ ലെവലായിരുന്നു. എപ്പോഴും നിങ്ങൾ ഇതുപോലെ കളിക്കണം. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അഭിമാനം വരും. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഒരു കാര്യം കൂടെ പറയാം, ഇന്നത്തെ ഓഡിയൻസിന്റെ ഒരു വൈബും ഈ ഗെയിമിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഇത്ര അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ. താങ്ക് യു. അല്ലെങ്കിൽ നമ്മള് കണ്ണൂർക്കാർക്ക് അങ്ങനെ ഫുൾ ഓൺ ഫുൾ പവർ ആണല്ലേ? നിങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കണം. തെങ്ങിൽ തേങ്ങയുണ്ട്, തറയിൽ ഷിയാസ് പിടങ്ങി പോവാന്ന്. ഷിയാസ് പറഞ്ഞു വിട്ടിട്ട് പോയാ പോരെ, ഇപ്പളെ പോണ എന്തിനാ? ഇതിന്റെ അച്ഛനെ പാട്ടൊന്ന് പഠിക്കാം, ഇതൊന്ന് മാറാൻ വേണ്ടി. സതീഷ സതീഷ Don't worry, Sadisha. കരിപ്പട്ടി സതീശനാ. Sadisha, don't worry, Sadisha. കരിപ്പട്ടി Sadisha. അടുത്ത വരി എന്തായിരുന്നു? ഞങ്ങൾ മറന്നുപോയോ? ഈ സതീശൻ എന്റെ അച്ഛനല്ല, വേറെ അല്ലല്ല, അടുത്ത വരി എന്തായിരുന്നു? ഒന്ന് പഠിപ്പിച്ചു തരൂ പ്ലീസ്. കരിപ്പെട്ടി സതീശ പാറ്റിപ്പോ ഉണ്ടോ സതീശ. ബാക്കി അടുത്തത് അടുത്തത് ഞാൻ അല്ല, അടുത്ത ഉണ്ടായിക്കോ. നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വാച്ചില്ല വാച്ചില്ല എന്ന് പറഞ്ഞു. അനുമോളെ അനുമോളെ സൂപ്പർ സ്റ്റാർ അനുമോളെ. വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. കേൾക്ക്. അനുമോളെ 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 സൂപ്പർ സ്റ്റാർ അനുമോളെ. മതി മതി. ശരി, ഈ എനർജിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കളിക്കാൻ പോകും. ഈ ഗെയിം ഇനിയും കാണുന്നുള്ളൊരു കൈബന്ധിക്കോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിൽ നിന്നാണ് 6 പേര് ഓടി വന്നോളൂ. നിങ്ങളാണ് താരം. അടിച്ചു കയറി വരട്ടെ. കൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരുന്നീ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ ഇതിലേ വരുന്നീ മധുചന്ദ്രികയേ ഇവരിൽ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനേ ചെല്ലാതടി തമ്പ്രാന്റെ കൈ. ഓ, ആ അമ്മയ്ക്ക് അഭിമാനം വന്നിട്ട് ഗുഡ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ കളിച്ചൂന്ന്. അപ്പോ ഇതിൽ നിന്ന് ആരൊക്കെയാണെന്ന് ഗെയിം കളിക്കണേ? കുട്ടിപ്പട്ടാളം പോയിരുന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിട്ട് വേറെ ഗെയിം ചോദിച്ചു തരാമേ. ഓരോ ടീമിനെ റെപ്പ് ചെയ്യാണ്. ഈ ടീം ഉല്ലാസേട്ടന്റെ ടീം അങ്ങോട്ട് എടുത്തോളൂ. ഓക്കെ, സെറ്റ് അല്ലേ? ഈ ടീം ബിനു അടിമാലി ആ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്താ പേര് എല്ലാവരുടെയും? സിയ, ജയന്തി, സുനിഷ, ഷിംന. ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക് റെഗുലർ ആയിട്ട് കാണാറുണ്ട് എന്നുള്ളത് ആ ഒരു ഫോർമാലിറ്റി ഇല്ലായ്മ മനസ്സിലായി. ആദ്യമായിട്ടാണ് സ്റ്റാർ മാജിക്കില് ഓഡിയൻസ് ഗെയിം കളിക്കാൻ വേണ്ടി പോണേട്ടോ. വിളിക്കുന്നു, വരുന്നു, എല്ലാവരും ഇന്നായും പോലെ. അപ്പൊ തുടങ്ങല്ലേ? ഓരോ ടീമിൽ നിന്ന് ഓരോ ആർട്ടിസ്റ്റും കൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അനു, ഓക്കെ. ഈ ടീമിൽ നിന്ന് മൃദുല. ശരി. അപ്പോ ഇതാണ് സ്റ്റാർ മാജിക് ഇത്രയധികം ജനകീയമാണെന്ന് ഞങ്ങൾ അഹങ്കാരത്തോടു കൂടി പറയാൻ കാരണം കേട്ടോ. അതൊരിക്കലും ഞങ്ങളുടെ അഹങ്കാരമല്ല, ഓവർ കോൺഫിഡൻസും അല്ല. ഈ ഒരു സ്നേഹത്തിന് മുന്നിൽ ഒന്നും പറയാനില്ല. അത് ഞങ്ങളുടെ ഒരു അവകാശമാണ്. സ്റ്റാർ മാജിക് ജനകീയമാണ് എന്ന് പറയാൻ കാരണം. സോ ഇനിയുള്ള എല്ലാ
എപ്പിസോഡ്സും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും നമ്മൾ പറയാറുണ്ട് തുറന്നിടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡിലും ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റ് ഞങ്ങൾ മാറ്റി വെക്കാൻ പോവാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഗെയിം കളിക്കും. സ്റ്റാർ മാജിക്കിൽ ഒരിടം നിങ്ങൾക്കും ഉണ്ടായിരിക്കും, ടു യു ഓഡിയൻസ്. പക്ഷേ ഇതുപോലെ വൈബുള്ള ഓഡിയൻസ് ആയിരിക്കണം കേട്ടോ. അത് എന്താ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം. റെഡി? അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ കാൽവെപ്പാണ് ഐശ്വര്യ ഫ്ലോറിൽ ഇതുപോലെ ഇരിക്കും ഇനി എന്നും. ഓക്കെ, സോ കണ്ണൂർ കിങ്, കണ്ണൂരില് പൊയിലൂര്, ചമ്മതക്കാട്. ആഹാ, ചമ്മതക്കാട്. റെഡി? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി പറയാ നമ്മളെ ജയിക്കുള്ളൂ അല്ലേ? ഉറപ്പാണോ? ഓക്കെ. ഇവിടെ എന്താ പറയാനുള്ളേ? നമ്മൾ പൊളിച്ചടുക്കും. നമ്മൾ പൊളിച്ചടയ്ക്കും. ശരി, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ നോക്കണം. കാലൊക്കെ സൂക്ഷിച്ച് ഇത് കഴിഞ്ഞ് തിരിച്ച് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കണ്ണൂർക്ക് പോകാനുള്ളതാ, ശത്രുക്കളായിട്ട് പോരുത്. ഓക്കെ, ഫ്രണ്ട്ലി മാച്ച് അത്രേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ച് കളിക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ പെൺപുലികൾ ഇവിടെ സെറ്റ് ആണ്. കൗണ്ട് ഡൗൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ഒരു തംസ് അപ്പ് കൊടുക്കാം. So let's get started. Final round. ഇവരുടെ റൗണ്ട്, നമ്മുടെ റൗണ്ട്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അനു 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 വെൽഡി 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 വെൽഡിയോ? പാട്ട് കളിക്ക്. പതുക്കെ പതുക്കെ അനു, പതുക്കെ. Up, 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 up. അനു അനു അനു. അയ്യോ. അനു അനു നോക്ക് 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 നോക്ക്. Very good, very good, very good. പിടിക്ക് പിടിക്ക്. അനു 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 ബ്രില്യൻ ബ്രില്യൻ. പതുക്കെ പതുക്കെ പതുക്കെ. നമുക്ക് പാട്ട് കളി. ബിർലൻഡി, ബിർലൻഡി. പാട്ട് കളി, പാട്ട് കളി. ഓർത്ത് ചേച്ചി പോയി. അനു 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 അനു. ഷിംന വേറെ ലെവൽ ട്ടോ. ലാസ്റ്റ് മിനിറ്റ് സ്കോർ ചെയ്തു. ഗുഡ് ജോബ്. ആൻഡ് നമ്മുടെ സിയ നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് വരെ പ്ലേ ചെയ്ത് നിന്നു കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചു. ആൻഡ് ഈ 6 പേർക്കും ഒരു വലിയ അപ്ലോസ്. എങ്ങനെയുണ്ട് സ്റ്റാർ മാജിക്കിൽ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ വന്നപ്പോ? സന്തോഷമുണ്ട്. അവിടെ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലേ, ഞാൻ ചോദിച്ചേ, ഞാൻ ഈ ഇതിനകത്തൊക്കെ തോറ്റിട്ട് അടി കിട്ടുമ്പോഴേ അവന് ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നൊക്കെ ടി വിയിൽ വന്നെന്ന് പറഞ്ഞില്ല. അപ്പൊ എങ്ങനെയുണ്ട് ഗെയിം കളിച്ചിട്ട്? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഭയങ്കര സന്തോഷായി. കാരണം ടിവിയിൽ കാണുമ്പോലും ഒന്നല്ല, ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വേറെ വൈബാണ് അല്ലേ? ടിവിയിൽ കാണുമ്പോ ഒരു വൈബ്, ഡബിൾ വൈബ് നേരിട്ട് കാണുമ്പോഴാണെന്നുള്ളത്. ചേച്ചീന്റെ മോളും കൂടി. ഏച്ചിയുടെ മോളാണോ? ആഹാ, എന്നിട്ടാണ് 2 ടീമായിട്ടൊക്കെ. എനിവേസ്, ഇത് സ്റ്റാർ മാജിക്കിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഏടുകളിൽ ഇത് ശരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് എന്നും നമ്മൾ റിമെമ്പർ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും കേട്ടോ ഇത്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. കൊടുകൈ ഒരിക്കൽ കൂടെ. ഗംഭീരമായിരുന്നു. അപ്പൊ ഇവർക്കായിട്ടൊരു വലിയ കൈഡി കൊടുക്കാം. അപ്പോ മനസ്സിന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവര് ശരിക്കും ഇവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ മാജിക്കിനൊരു സ്ഥാനം ഉണ്ടെന്നുള്ളതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ അത്. കാരണം ഒരു ഫോർമാലിറ്റി ഇല്ല, വിളിക്കുമ്പോഴേക്കും വരുന്നു, എടാ പോടാ, ഹായ് ബൈ ബന്ധം പോലെ അവർ നമ്മുടെ അടുത്ത് ഇടപഴകുന്നു. കാരണം നമ്മൾ ഇവരുടെ വീട്ടിൽ ഒരു അംഗം തന്നെയാണ് എല്ലാവരും. അപ്പം താങ്ക് യു സോ മച്ച്.
ബിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇതാണ് സ്റ്റാർ മാജിക് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഈ ഒരു ആഹ്ലാദത്തില് ഞങ്ങൾ ഒരു കുറുക്കുമല്ല 10 കുറുക്കം വലിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.